ഹോസ്പിറ്റൽ സേഫ്റ്റി, ഹോസ്പിറ്റൽ ക്വാളിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ മേഖലയിലും. റീഹാബിലിറ്റേഷനിലാണെങ്കിലും നമ്മുടെ റീഹാബിലിറ്റേഷൻ സർവീസസ് വളരെ കൃത്യമായ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിൽ കൂടെ തന്നെ കടന്നുകൊണ്ട സ്ഥലമാണ്. അവിടെ സേഫ്റ്റി പ്രാക്ടീസസ് ആവശ്യമാണ്. എസ്പെഷ്യലി ഹോട്ട് വാക്സ് ഒക്കെ നടത്തുമ്പോൾ ബേൺസ് ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവിടെ ഒരേ എക്യുപ്മെൻറ്റ് മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാം കൃത്യമായി പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം, മോണിറ്റർ ചെയ്യപ്പെട്ടിരിക്കണം. നമ്മുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും ഇഗ്നോർ ചെയ്തു പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ് റീഹാബിലിറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ. നമ്മുടെ ഹോസ്പിറ്റലിൽ അത് എത്രമാത്രം കൃത്യമായിട്ട് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അഷർ ചെയ്യാൻ കഴിയുമോ അത് അവരുടെ റിക്കവറി സ്പീഡാക്കും, അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ സപ്പോർട്ടീവായിരിക്കും. COP 18F കെയർ ഈസ് പ്രൊവൈഡഡ് അഡ്ഹിയറിംഗ് ടു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് സേഫ്റ്റി പ്രോഗ്രാംസ് പ്രാക്ടീസസ്. നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസ് ഉണ്ടാവണം, സേഫ്റ്റി പ്രോഗ്രാംസ് ഉണ്ടാവണം നമ്മുടെ ഹോസ്പിറ്റലിൽ. സോ അതാണ് 18F പറയുന്നത്. നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അത് എക്സലൻസ് ആണ്. ബാക്കി ഇത്രയും നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ്. എങ്ങനെയാണ് ഈ റീഹാബിലിറ്റേഷൻ സർവീസ് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇതെല്ലാം നിർബന്ധമാണ്. അടുത്തൊരു എക്സലൻസ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.